ഈ ആസിഫിക്കാരുടെ കൂടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആസിഫിക്കായി ഞാൻ ആസിഫലി എപ്പോഴും തൊഴുകയാണ്. എൻ്റെ മോനായിരുന്നു. അത്ര എനിക്കത് മറക്കാനൊക്കത്തില്ല. ഞാൻ ഷൂട്ടിന് ചെന്ന് ഞാനിങ്ങനെ ബസ് കയറി അതും ചട്ടയം കൊണ്ടുപോകണല്ലോ. കുടയും ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ജീപ്പ് വന്നിരുന്നു. കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ ഈ പോസ്റ്ററും ടി വി കാണുന്നില്ലെങ്കിലും കാണുന്നുണ്ടല്ലോ. അപ്പം എന്നെ കണ്ടപ്പോഴേ ഈ പയ്യൻ ഇങ്ങനെ എഴുന്നേറ്റുന്നുണ്ട്. ഞാൻ ചോദിച്ചു മക്കളെന്നെ അറിയുമോ എന്ന് ചോദിച്ചു. ഉടനെ ഇത് സിനിമയിലല്ല കേട്ടോ, മക്കളെന്നെ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഞാനിവിടെ വന്നപ്പോൾ മുതൽ കേൾക്കുന്ന പേരാണ് ആലീസ് എന്നുള്ള പേര്. അപ്പം അമ്മച്ചിയെ പറ്റി എനിക്കറിയാമെന്ന് പറഞ്ഞു. അതെൻ്റെ കയ്യെ പിടിച്ച് അകത്തേക്ക് കയറ്റി. അന്ന് മുതൽ അതുപോലെ തന്നെ ഞാൻ പിന്നെ ഷൂട്ടിന് ചായ കൊണ്ടുത്തരുകയും സമയമായി. ഉടനെ ഈ പയ്യനെ എത്ര പേരവിടെ നിന്നു, അവരാരും മേടിച്ചില്ല. ഈ പയ്യനെ ഓടി വന്ന് ഇത് മേടിച്ചുകൊണ്ട് പോയി ഒരു പേപ്പർ വെച്ച് മൂടി വെച്ചും വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് ഓടി തന്നെ ഈ ചായ എടുത്തുകൊണ്ട് വന്ന് എനിക്ക് തരുന്നു. ഇത്രയും ഞാൻ പ്രായത്തിൽ സീനിയറാണെങ്കിലും ഈ സിനിമയിൽ ജൂനിയറാണ് അല്ലേ എൻ്റെ എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോഴും സിമിത്തേരിയാണ് കാണിക്കുന്നത്. ഇരിക്കാൻ ശാകാലം ഇടയില്ല, എല്ലായിടത്തും ഓഡിയൻസ് നിറഞ്ഞിരിക്കുക. ഈ പയ്യൻ പള്ളിയുടെ അപ്പുറത്ത് പോയി ഒരു കസേര എടുത്തുകൊണ്ട് വന്ന് എനിക്ക് ഇരിക്കാൻ തരിക. അയ്യോ ഞാൻ മറക്കത്തില്ല, ജീവിതത്തിൽ മറക്കാത്തൊരു പയ്യനാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ ആവും. സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ അവിടെ ഒരു പയ്യൻ കല്യാണത്തിന് എന്തോ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അപ്പോഴേ ചെക്ക് എഴുതി കൊടുത്തു. ഭയങ്കര സിൻസിയറാണ്. എന്താണ് മെയിൻ ആയിട്ടൊരു വ്യത്യാസമുള്ളത് നാടകത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു വേഷം ബോറായിപ്പോയി. 10-15 ദിവസത്തെ റിഹേഴ്സൽ കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേജ് കയറുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ മനുഷ്യനല്ലേ ഉറക്കളത്തൊക്കെ വരുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ അവൻ അവിടെ സ്റ്റേജിൽ നിന്ന് വെള്ളം ഇറക്കുന്നതല്ലാതെ അവന് രക്ഷയുണ്ടോ, ഓഡിയൻസ് നിന്ന് പോവും. അതേസമയം സിനിമയ്ക്ക് നമ്മൾ എടുത്ത് നോക്കുകയില്ല, അടുത്ത് എടുത്ത് അത് ശരിയാകുന്നവരെ എടുക്കുക. ഇതതിന് സമയമില്ല. അവിടെ ഒരു നാടകത്തിൽ നമ്മൾ പൊളിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് പോയി. കാരണം പിന്നെ ആരും വിളിക്കുകയില്ല, ഓ അത് കൊള്ളത്തില്ല. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരിടത്തൊക്കെ തന്നെ ഞാനായിരുന്നു ബെസ്റ്റ്. അല്ല, നമ്മളെ സംബന്ധിച്ച് അമ്മാമ്മ മിക്കതും 1-2 ടേക്കിലൊക്കെ ഓക്കെ ആവാറ്. ഞങ്ങളൊരു കൂടുതൽ നന്നാക്കാൻ വേണ്ടി ചിലതൊക്കെ എക്സ്ട്രാ ഒക്കെ ചെയ്യിക്കുമായിരുന്നു. പിന്നെ ഈ നാടകത്തിന്റെ എക്സ്പീരിയൻസിന്റെ ഒരു ഗുണം അമ്മമ്മയുടെ അഭിനയത്തിൽ ഉണ്ട്. നമുക്ക് പല സാധനങ്ങളും കറക്റ്റ് സാധനമായിരുന്നു കിട്ടിയിരുന്നത്. ഞങ്ങളൊക്കെ അതിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും ടെൻഷൻ ഇതായിരുന്നു. കാരണം ഈ അമ്മമ്മയുടെ റോൾ ചെയ്യുമ്പോൾ ഒരു പ്രായമായുള്ള ആൾക്കാരാണ്, ചിലപ്പോൾ അവർക്ക് ഡയലോഗുകൾ മറന്നു പോകാം, അവർക്ക് തെറ്റാം. പക്ഷെ ഞങ്ങൾക്ക് അമ്മാമ്മ വന്ന് ചെയ്തുകൊണ്ട് ഭയങ്കര കറക്റ്റ് മീറ്ററിൽ കിട്ടി. അത് ഈ നാടകത്തിന്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ്. അല്ല, ഇതൊക്കെ നമുക്ക് അറിയുന്നത് നല്ല ഇങ്ങനെ തന്നെയായിരുന്നു. ഫുള്ള് സെറ്റിലും ഞങ്ങൾ ഒരുപാട് കഥകൾ കേട്ട് ഇരിക്കാൻ നല്ല രസമാണ്. അമ്മമ്മയുടെ ഇപ്പൊ എല്ലാ കഥകളും നമുക്ക് ബൈ ഹാർട്ടാണ്. അപ്പൊ അതായിരുന്നു. അപ്പൊ നമുക്കതൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു.